നമുക്ക് എടുത്ത് വേണമെങ്കിൽ അകത്തൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഒന്നും രണ്ടും മാങ്ങയൊന്നല്ല കേട്ടോ, കാഴ്ചയാണല്ലേ കൊല കൊലയായിട്ട്. ഇത് കോശ്ശേരി മാങ്ങയാണ് കേട്ടോ, കോശ്ശേരി. കാഴ്ച നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് കേട്ടോ ഇത് കാഴ്ചയിരിക്കുന്നത്. ഇത് കാലാപ്പാടി മാങ്ങയാണ് കേട്ടോ, കാലാപ്പാടി. ഇത്ര സമൃദ്ധമായിട്ട് അങ്ങനെ കാഴ്ച കാണില്ല. ഗുജറാത്തിൻ്റെ മാങ്ങയാണ്. നമ്മൾ തക്കാളിച്ചെടി നടന്ന ഒരു ബാഗിലാണ് ഒരു മാവ് കാഴ്ചയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നല്ല മാവുകൾ കാണുമ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നല്ല മാവുകൾ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കയറി അതിനെക്കുറിച്ച് അന്വേഷിച്ച് നല്ല നല്ല ഇനങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ നിന്ന് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. കിങ് ഓഫ് ചക്കാപ്പാത്ത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. കേരളത്തിൻ്റെ ഓൾ സീസൺ എന്നറിയപ്പെടുന്ന ഒരു മാങ്ങയാണ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു മാങ്ങയാണ്. SKP കുഞ്ഞൂസ് എന്നാണ് പേര് കൊടുത്തുള്ളത്. ഇത്ര ചെറിയ സ്ഥലത്ത് 300-ലധികം ഇനങ്ങളാണ് ഇപ്പോൾ ഞാൻ സംരക്ഷിച്ച് പോരുന്നത്. ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് മാങ്ങയാണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ്രൂസ്. ഇത് നല്ല സൈസ് വരും, ഒരു 3/4 കിലോ വരെയൊക്കെ സൈസ് വരും. മാവ് നട്ടിട്ട് കായ്ക്കുന്നില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു വലിയ പരാതി. കായ്ക്കാത്തതിന് 2 കാരണങ്ങളാണ്. ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 2.5 വർഷം പ്രായമായിട്ടുള്ള അൽഫോൺസോ മാങ്ങയാണ് കേട്ടോ, അൽഫോൺസോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കാം. ഇത് 100% നമുക്ക് ഗ്യാരണ്ടിയാണ്. നാംഡോക്ക് മൈ ഗ്രീൻ ആണ് കേട്ടോ, നാംഡോക്ക് മൈ യെല്ലോ ആണ്. ഇത് ബനാന മാംഗോ, മഹാചനൂക്ക് എന്നൊക്കെ പറയും. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് റെഡ് കളർ ഉണ്ടാവുക, അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. നമുക്കിതിൻ്റെ TSS നോക്കാം. 23.5 കാണിക്കുന്നത് കേട്ടോ. നല്ല മധുരമാണ്. നമ്മുടെ പുറകിൽ കാണുന്ന ഇതാണ് നമ്മുടെ കുഞ്ഞ് മാന്തോപ്പ്. ഞാൻ ഹരിപ്രസാദ്. നമ്മുടെ സ്ഥലം വാണിയംകുളം, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം അടുത്ത് വാണിയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. നമ്മളിവിടെ ചെറിയൊരു 10-15 സെൻറ്റിൽ ഒരു 300-ലധികം മാവുകൾ ഇപ്പോൾ സംരക്ഷിച്ച് പോരുന്നുണ്ട്. കൂടുതലും നമ്മൾ നാട്ടുമാവുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നല്ല മാവുകൾ കാണുമ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നല്ല മാവുകൾ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കയറി അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചിലർ അവരുടെ വീട്ടിൽ നല്ല ഇനം മാവുകൾ ഉണ്ടെച്ചാൽ വിളിച്ചറിയിക്കും. അതിൻ്റെ കമ്പുകൾ നമ്മൾ പോയി കളക്ട് ചെയ്ത് വരും. എന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ പല വെറൈറ്റി മാവുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ഈ മാവിനോടുള്ള ഭ്രമമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ സംരക്ഷിച്ച് വളർത്തുക, ഡ്രമ്മിലൊക്കെ ആയിപ്പിക്കുക, ഗ്രാഫ്റ്റും ബെഡൊക്കെ ചെയ്തിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ നടുക, അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രധാന ഹോബി. പിന്നെ ഞാനൊരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യാണ്, ഒരു പൂജാരിയാണ്. ബാക്കി സമയങ്ങളിൽ, ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെയുള്ള മാവ് സംരക്ഷിക്കും. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ മാവുകൾ കാഴ്ചയിരിക്കുന്നതും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാം, രാത്രിക്ക് ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതമാണ്. ഇത് UN6 അല്ലെങ്കിൽ കിങ് ഓഫ് ചക്കാപ്പാത്ത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ്. നല്ല സൈസ് വരും, 1 കിലോൻ്റെ ഒക്കെ അടുത്ത് തൂക്കം വരും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിദേശി മാവാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതല്ലേ കൊല കൊലയായിട്ട് കായ്ക്കുകയും ചെയ്യും. നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഇനാണ്. നാരില്ലാത്ത വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിദേശ മാവുകളിൽ ചിലത് വളരെ മധുരം മാത്രം കൂടുതലായിട്ട്, അധികം രുചിയില്ല, മധുരം മാത്രമായിട്ട് കാണാറുണ്ട്. ഇതിൽ ഫ്ലേവറും ഉണ്ട്, ടേസ്റ്റും ഉള്ള നല്ലൊരു ഇനാണ്. പിന്നെ അതിന് കാണാനുള്ള ഭംഗി, നല്ല പർപ്പിൾ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നല്ല സൈസും വരും. നമുക്ക് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഇനാണ്. ഡ്രമ്മ് കൃഷിക്കും അനുയോജ്യമാണ്. നമ്മുടെ കുറ്റിയാട്ടൂർ മാങ്ങ, കുഞ്ഞിമംഗലം മാങ്ങ എന്നൊക്കെ പറഞ്ഞൊരു മാവാണ് കേട്ടോ. ഇത് നോക്കി നോക്കൂ, ഇത് കാഴ്ച കണ്ടല്ലേ. ഇത് നമുക്ക് എടുത്ത് വേണമെങ്കിൽ അകത്തൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അത്ര ചെറിയൊരു മാവിലാണ് കാഴ്ചയുള്ളത്. അതും 1-2 മാങ്ങയൊന്നല്ല കേട്ടോ, കാഴ്ച കണ്ടല്ലേ കൊല കൊലയായിട്ട്. ഇതാ ഒരു കൊല നോക്കി നോക്കൂ, 5 മാങ്ങയാണ് ഇതിലിരിക്കുന്നത്. ഇത് ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള കുറ്റിയാട്ടൂർ മാങ്ങ, കുഞ്ഞിമംഗലം മാങ്ങ, നമ്പ്യാർ മാങ്ങ എന്നൊക്കെ പേരുള്ളൊരു മാവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സമൃദ്ധമായിട്ട് കായ്ക്കും, വളരെ നേരത്തെ കായ്ക്കും. ഈ മാങ്ങയൊക്കെ പഴുത്തു തുടങ്ങി, ചെറിയ കളർ ചേഞ്ച് വന്നു തുടങ്ങി. ഇതിന് മുഴുവൻ ഒരു യെല്ലോ കളർ വരും. കടും മഞ്ഞ കളറാണ് പഴുത്തായി വരിക. ഓറഞ്ച് കളർ എന്നൊക്കെ പറയാം, ഓറഞ്ച് കളർ. പിന്നെ അത്യാവശ്യം നല്ല രുചിയുള്ളതാണ്. ഇതിൽ തന്നെ ഒരുപാട് വേരിയൻറ്റുകളുണ്ട്, രുചി കുറഞ്ഞതും കൂടിയതുമായിട്ട്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ഇനാണ്. ഇതിൽ സീഡ് വീണിങ്ങനെ മുളച്ചിട്ട് ഇനം വ്യത്യാസം വരുമ്പോൾ ചിലത് ടേസ്റ്റ് കുറവാണ്. അപ്പോൾ കുറ്റിയാട്ടൂർ മാങ്ങ ടേസ്റ്റ് കുറവാണെന്ന് ചിലർക്ക് ധാരണയുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോ ഇനത്തിൻ്റെ പ്രത്യേകതയാണ്. നല്ല ടേസ്റ്റുള്ള ഇനം നോക്കി നമ്മൾ തൈ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല മാങ്ങ കിട്ടും. വളരെ നേരത്തെ കായ്ക്കും, വളരെ നേരത്തെ പഴുത്ത് കിട്ടും. പുഴുക്കേട് വളരെ കുറവാണ്. ചെറിയ മാവിൽ തന്നെ സമൃദ്ധമായിട്ട് കായ്ക്കും. ഇത് നമ്മുടെ മല്ലിക മാങ്ങയാണ്. മല്ലിക കേരളത്തിൽ കായ്ക്കില്ല, അല്ലെങ്കിൽ കായ്ഫലം കുറവാണെന്നൊക്കെ ഒരു ധാരണയുണ്ട്. ഇത് വളരെ ചെറിയ ഒരു 18 സൈസ് കവറിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് തന്നെ ഇതിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കൂടുതൽ പൂത്തിരുന്നു, ചെറിയ കവറിലായതുകൊണ്ട് കുറേ കൊഴിഞ്ഞു പോയി. ഇത് മാത്രമല്ല, ഇത് ചെറിയ പ്രായമായിട്ടുള്ളൂ. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു. ഒരു കായ്ക്കുന്ന മാവിൽ നിന്ന് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് കായ്ച്ചു തുടങ്ങി. അതുമാത്രമല്ല, സാധാരണ വി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മാവ് എൻ്റെ അടുത്ത് കായ്ച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കായ്ഫലമുള്ള നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന മാവുകളിൽ നിന്ന് കമ്പുകളെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കായ്ക്കും. അത് ചില ഇനം മല്ലിക കായ്ക്കുന്നുമില്ല. ഇത് നല്ല രീതിയിൽ കായ്ക്കുന്ന മാവിൻ്റെ തന്നെ നമ്മൾ സൈവണെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ആവുന്നുണ്ട്. നമുക്ക് ചെറിയ കവറുകളിലും ഡ്രമ്മുകളിൽ പോലും നമുക്ക് മല്ലിക കായ്പ്പിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, 15 സെൻറ്റ് വെച്ചാൽ നിലത്ത് കുറച്ച് മാവുകൾ നട്ടാൽ പോരെ എന്നുള്ള സംശയം ഉണ്ടാവും. അതെന്താ വെച്ചാൽ നിലത്ത് നടുന്നതാണ് ഏറ്റവും ഉത്തമം. നമുക്ക് മാവ് നിലത്ത് നടുകയാണെങ്കിൽ അതിൻ്റെ വേരെ കൂടി ഇഷ്ടംപോലെ മാങ്ങ കിട്ടും. പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ
നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള നാട്ടുമാവുകളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ പരിമിതമായ സ്ഥലമേ ഉള്ളൂ. നിലത്ത് നട്ട് കഴിഞ്ഞാൽ 4-5 മാവ് നടുമ്പോഴേക്കും ഭൂമി ഫുള്ളാവും. അപ്പോൾ നമുക്ക് കവറുകളിലും ഡ്രമ്മിലൊക്കെ കാണിച്ചാൽ നമുക്ക് ഒരുപാട് ഇനങ്ങൾ, ഇപ്പോൾ ഇത്ര ചെറിയ സ്ഥലത്ത് 300-ലധികം ഇനങ്ങളാണ് ഇപ്പോൾ ഞാൻ സംരക്ഷിച്ച് പോരുന്നത്. അപ്പോൾ ഈ ചെറിയ ബാഗിലാകുമ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ ഈ മാങ്ങ നിന്നു. അത് നമുക്ക് ഒരുപാട് മാങ്ങ ഒരു കവറിൽ നിന്ന് കിട്ടുക എന്നുള്ള ഉദ്ദേശമല്ല. ഒരുപാട് ഡ്രമ്മുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ 10, 15, 5 മാങ്ങകൾ കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരുപാട് മാങ്ങകളായി പല വെറൈറ്റി മാവുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. 100 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡ്രമ്മിൽ ഞാൻ നടുന്നുണ്ട്. 50 ലിറ്ററുള്ളതും 25 ലിറ്റർ കപ്പാസിറ്റിയുള്ളതിലും നടുന്നുണ്ട്. അപ്പോൾ 25 ലിറ്റർ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ ഒരു 3 മാങ്ങയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഒരു 50 ലിറ്റർ ആണെച്ചാൽ 5 മുതൽ 10 വരെ മാങ്ങകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു മാക്സിമം ഒരു 15 മാങ്ങ വരെ. അതുപോലെ ഒരു 100 ലിറ്റർ ഡ്രമ്മിൽ നട്ടാൽ ഒരു 30 മാങ്ങ വരെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്യാണ്. ജൈവ കൃഷിയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് വളം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുമ്മായത്തിൻ്റെ ഉപയോഗം ഞാൻ ചെയ്യാറില്ല. മണ്ണിന് പുളിപ്പ് വരുന്നതൊക്കെ ഇംഗ്ലീഷ് വളത്തിൻ്റെ ഉപയോഗം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിതുവരെ കായ്ഫലത്തിലൊന്നും വിഷമം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മണ്ണ് നല്ല മേൽമണ്ണെടുക്കും, ചകിരിച്ചോറും ചാണകപ്പൊടി തുല്യ അനുപാതത്തിൽ ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. ഡ്രമ്മിൽ നടുന്നു. ഒരു 3/4 ഭാഗമാണ് ഡ്രമ്മിൽ ഫില്ല് ചെയ്യാറ്. എന്നിട്ട് തൈ നടുന്നു. പിന്നീട് നമുക്ക് വളം ചെയ്യാനും അതുപോലെ മണ്ണ് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനൊക്കെയാണ് ഈ 3/4 ഭാഗം മണ്ണ് നിറയ്ക്കുന്നത്. ചാണക സ്ലറിയാണ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത്. ചാണക സ്ലറി ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, ശർക്കര, ഈ 3 സാധനങ്ങൾ ഒരേ അനുപാതത്തിലെടുക്കും. ശർക്കര ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ദുർഗന്ധം ഉണ്ടാവും. അപ്പോൾ ശർക്കര, പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക് 3 സാധനങ്ങൾ ഒരേ അനുപാതത്തിലെടുത്ത് ഒരു ഡ്രമ്മിലിട്ട് നമ്മളത് മൂടത്തക്ക രീതിയിൽ അത് ഇളക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കും. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കില്ല. അത് നമുക്കൊരു കോലുകൊണ്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ സ്മൂത്തായി ഇളക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ദിവസവും ഇളക്കി കൊടുക്കും. ക്ലോക്ക് വൈസിലാണ് ഇളക്കുക. അതിൽ ഒരുപാട് സൂക്ഷ്മജീവികൾ വർദ്ധിക്കും. അത് നമുക്ക് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് 5 ദിവസമൊക്കെ പുളിപ്പിച്ച് കഴിഞ്ഞാൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കായ്ക്കും. ഈ മാവൊക്കെ ഇങ്ങനെ കായ്ച്ചത് മുഴുവൻ ഈ ചാണക സ്ലറിൻ്റെ പവറിലാണ്. വേറെ ഒരു വളവും, ഇംഗ്ലീഷ് വളം, പൊട്ടാഷ് അങ്ങനെയുള്ള ഒരു വളവും ഞാൻ ചെയ്യുന്നില്ല. അത് ചെയ്യുന്നവരും നമുക്ക് എതിർപ്പുണ്ടായിട്ടല്ല. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ചാണക സ്ലറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ടാണ്. ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കാം. 100% ഗ്യാരണ്ടിയാണ്. ചാണക സ്ലറി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നവംബർ മാസം തൊട്ടാണ് ഞാൻ ഇത് കൊടുത്തു തുടങ്ങുന്നത്. മഴക്കാലത്ത് അങ്ങനെ കൊടുക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ചാണക സ്ലറി 10 ഇരട്ടി വെള്ളം ചേർക്കണം. ഡൈല്യൂട്ട് ചെയ്തില്ലെങ്കിൽ ചെടിക്ക് ദോഷം വരും. ഇത് നമ്മുടെ ജയിൻറ്റ് ഐവറി എന്ന് പറഞ്ഞ ഒരു മാങ്ങയാണ്. 2 കിലോ വരെയൊക്കെ തൂക്കം വരും. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. ചെറിയ മാങ്ങയാണ്. ഇതന്നെ നല്ല സൈസായിട്ടുണ്ട്. നല്ല രീതിയിൽ കായ്ക്കും. അല്ലേ, ഡ്രമ്മിലൊക്കെ നമുക്ക് സമൃദ്ധമായി കായ്പ്പിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. വിദേശ മാങ്ങയാണ്. നാംഡോക്മായി യെല്ലോ ആണ്. ഗ്രീനും ഉണ്ട്, യെല്ലോയും ഉണ്ട്. 2 തരം ഉണ്ട്. രണ്ടും നമുക്ക് ടേസ്റ്റൊക്കെ സെയിം ആണ്. പക്ഷെ വളരെ വേഗത്തിൽ കായ്ക്കും. ചെറിയ കവറിലോ ഡ്രമ്മിലൊക്കെ ഇരുന്ന് കായ്ക്കും. സമൃദ്ധമായിട്ട് കായ്ക്കും എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഗുണം. ഇഷ്ടംപോലെ മാങ്ങകളുണ്ടാവും. ഗോൾഡൻ എന്നും പറയും ഇതിന്. അത് ഉണ്ടായി വരുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളറായിരിക്കും. പഴുക്കുമ്പോൾ നല്ല ഗോൾഡ് കളറാവും. ഗ്രീൻ ആകുമ്പോൾ ഉണ്ടായി വരുമ്പോൾ ഗ്രീൻ കളറായിരിക്കും. പഴുത്താൽ മാത്രമാണ് ഗോൾഡ് കളറാവുക. ബംഗനാപ്പള്ളി മാങ്ങയാണ് കേട്ടോ ഇത് മൂത്ത് വരുന്നുണ്ട്. ഈ മാങ്ങ കുറച്ച് മൂപ്പായി വരുന്നു. മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ള കുത്തൊക്കെ വരും. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പുഴുക്കേടാണ് ഇതിനൊരു വില്ലനായിട്ട് വരുന്നത്. അതിന് നല്ല കവറിട്ട് സംരക്ഷിക്കണം. ചെറിയ ഡ്രമ്മിലൊക്കെ ആയതുകൊണ്ടാണ് ഈ മാങ്ങയ്ക്ക് കുറച്ച് സൈസ് കുറവ്. പക്ഷേ നല്ല രുചിയുള്ള സമൃദ്ധമായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ്. ഇത് ഒളോർ മാങ്ങയാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ അതിവിശേഷമായിട്ടുള്ളൊരു മാങ്ങയാണ്. ഇതിന് കൊമ്പണക്കം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഇപ്പം ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയാണ്. ഇതിനെ ഞാൻ സംരക്ഷിച്ച് പോരുകയാണ്. ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു ഇനാണ്. പല നാട്ടുമാവുകളും ഇങ്ങനെ നല്ല ടേസ്റ്റുകൾ നോക്കി കണ്ടെത്തി അതിന് ഓരോ പേര് കൊടുത്ത് സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഇതിന് പേരായിട്ടില്ല. ഈ വർഷം പഴുത്ത് കഴിച്ചാലാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാര്യമായിട്ട് അറിയാൻ പറ്റുക. ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് മാങ്ങയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ്രൂസ് ഇത് നല്ല സൈസ് വരും. ഒരു 3/4 കിലോ വരെയൊക്കെ സൈസ് വരും. ഇത് ചെറിയ മാവിൽ തന്നെ ഒരുപാട് മാങ്ങകൾ ഉണ്ടായി. ഇനി വളർച്ച എത്തുന്നതേ ഉള്ളൂ. ഈ മാങ്ങ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഇനിയും നല്ല സൈസ് വരും. 3/4 കിലോ വരെ തൂക്കം വരും. നല്ല രുചിയുള്ള മാങ്ങയാണ്. നന്നായിട്ട് കായ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബ്ലാക്ക് ആൻഡ്രൂസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ജഹാംഗീർ എന്ന് പറഞ്ഞ മാങ്ങയാണ് കേട്ടോ. ഇത് വലുപ്പമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ സൈസാണ്. ജഹാംഗീർ 2 തരത്തിലുണ്ട്. ഒന്ന് ഉരുണ്ടതും ഒന്ന് ഞെട്ടി തടിച്ചിട്ടുള്ളൊരു മാങ്ങയുണ്ട്. ഇത് ഞെട്ടി കുഴിഞ്ഞിട്ട് ഉരുണ്ട ടൈപ്പ് വരുന്ന ജഹാംഗീറാണ്. ഇത് RT2 മാങ്ങയാണ്. ജംബോ റെഡ് എന്നും പേരുണ്ട്. ഓസ്ട്രേലിയയുടെ ഒരു മാങ്ങയാണ് കേട്ടോ. നമുക്ക് ഡ്രമ്മിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റിയ നല്ല മാങ്ങയാണ്. ഒരു ഞെട്ടിയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. നിറച്ച് പൂക്കും കായ്ക്കും. പക്ഷേ നല്ല സൈസ് വരും. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇനി ഒരു 1.5 കിലോ വരെയൊക്കെ തൂക്കം വരും. നല്ല റെഡ് കളറ്, നല്ല ഉരുണ്ട മാങ്ങയായി വരും. നല്ല രുചിയുള്ള മാങ്ങയാണ്. ധൈര്യമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങയാണ്. ഇത് ബനാന മാംഗോ, മഹാചനൂക്ക് എന്നൊക്കെ പറയും. നല്ല സൂപ്പർ മാങ്ങയാണ് കേട്ടോ. വിദേശ മാവാണ്. വിദേശ മാങ്ങകളിൽ നല്ല രുചിയുള്ള നല്ലൊരു മാങ്ങയാണ്. നല്ല കൊലകൊലയായിട്ട് കായ്ക്കേണ്ടതാണ്. ഇതിപ്പോൾ ഈ വർഷം നമുക്ക് ഓരോന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ കേസർ മാങ്ങയാണ് കേട്ടോ. കേസർ നമ്മുടെ നാട്ടിൽ കായ്ക്കില്ല എന്നൊക്കെ ഒരു സംശയം ആളുകൾക്കുണ്ട്. ഒറിജിനൽ കേസറാണ്. ഗുജറാത്തിൻ്റെ കേസർ.
നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ മാവിൽ വരെ കായ്ച്ചിട്ടുണ്ട്. വേറൊരു മാവും നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. H82 H82 എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഹൈബ്രിഡ് 82 എന്നാണ് ഇതിൻ്റെ പേര്. ആലമ്പൂർ ബനേഷനും കാലാപ്പാടിയും തമ്മിലുള്ളൊരു ക്രോസ് വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല രുചിയുള്ള മാങ്ങയാണ്. നന്നായിട്ട് കായ്ക്കും, കൊലകൊലയായിട്ട് കായ്ക്കും. ചെറിയ മാവിൽ പോലും കായ്ക്കും. ഇത് മല്ലികയാണ്. മല്ലിക വീഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. കായ്ക്കുന്ന മാവിൽ നിന്ന് വീഗ്രാഫ്റ്റ് ചെയ്താണ്. കൊലകൊലയായിട്ട് കായ്ച്ചിരുന്നു. പിന്നെ മല്ലികയുടെ പ്രത്യേകത എത്ര കായ്ച്ചാലും ഒരു മാങ്ങയാണ് ഒരു കൊലയിൽ പിടിക്കുന്നുണ്ടാവുള്ളൂ. ഒരു കൊലയിൽ ഓരോന്നും വീതം. എന്ന് വെച്ചാൽ നല്ല സൈസ് വരും. 1 കിലോൻ്റെ അടുത്തൊക്കെ സൈസ് വരും. നല്ല രുചിയുള്ള മാങ്ങയാണ്. ചിലത് കായ്ക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ട് ആൾക്കാർക്ക്. കായ്ക്കും, ചെറിയ മാവിൽ പോലും കായ്ക്കും. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പൂത്ത് കായ്ച്ചതാണ്. കുറച്ചും കൂടി വലിയ ഡ്രമ്മിലായിരുന്നു വെച്ചാൽ നമുക്ക് മാങ്ങ കൂടുതൽ കിട്ടുമായിരുന്നു. ഇത് നമ്മുടെ കാർത്തിക എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുള്ളൊരു മാങ്ങയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ചില മാങ്ങകൾ കണ്ടെത്താറുണ്ട്. നല്ല രുചിയുള്ളതെന്ന് അത്ര പ്രശസ്തമല്ലാത്തതും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് അതിനൊന്ന് സംരക്ഷിച്ചെടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു മാങ്ങയാണ്. കാർത്തിക എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്നൊരു മാങ്ങയാണ് കേട്ടോ. മിയാസാക്കി ജപ്പാനിലെ മിയാസാക്കിക്കാണ് അത്രയും വിലയൊക്കെ ഉള്ളത്. എന്നാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കായ്ക്കും. നല്ല കളറാണ്, നല്ല ഭംഗിയാണ്, അത്യാവശ്യം രുചിയുള്ള മാങ്ങകളാണ്. ഇത് ഒളോർ മാങ്ങയാണ് കേട്ടോ. ഒളോർ മാങ്ങ ചെറിയ മാവിൽ പോലും കായ്ച്ചു നിൽക്കുന്നതാണ്. ഇതെന്താ വെച്ചാൽ വംശനാശം ഇങ്ങനെ സംഭവിക്കുകയാണ്. കോഴിക്കോടുള്ളൊരു വിശേഷപ്പെട്ട മാങ്ങയാണ്. പക്ഷേ അത് ഇപ്പോൾ അധികം ആൾക്കാരടുത്തില്ല. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെ സംരക്ഷിക്കുകയാണ്. നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊരു നഷ്ടമാണ്. നമ്മളൊരു ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് കേട്ടോ ഇത് കായ്ച്ചിരിക്കുന്നത്. നിലത്തേട്ട മാവെന്നല്ല, ഒരു ചെടിച്ചട്ടിയിൽ കായ്ച്ചിരിക്കുകയാണ്. ഇത് കുളമ്പ് മാങ്ങയാണ്. നമ്മുടെ കൊളംബോയിൽ നിന്ന്, ശ്രീലങ്കേൻ്റെ കൊളംബോയിൽ നിന്ന് പണ്ട് കാലത്ത് നമ്മുടെ കാരണന്മാർ നാട്ടിലെത്തിച്ച മാങ്ങയാണെന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടുമാങ്ങ പോലെ ആയിരിക്കുന്നത്. നന്നായിട്ട് കായ്ക്കും. അത്യാവശ്യം നല്ല രുചിയുള്ളൊരു മാങ്ങയാണ് കേട്ടോ. നമുക്ക് നട്ടു വളർത്താം. ചെറിയ ചട്ടിയിൽ പോലും കണ്ടില്ലേ, നന്നായിട്ട് കായ്ച്ചിരിക്കും. ചുണക്കുത്തുള്ളതും ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ നല്ല കുളമ്പ് നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ നടുക കാണിച്ചാൽ ഇതിന് പിന്നെ ഒരു ദോഷവും പറയാനില്ല. പുഴുക്കേടും വളരെ കുറവാണ്. പുഴുക്കേട് അങ്ങനെ കാണാറില്ല. പിന്നെ സമൃദ്ധമായിട്ട് കായ്ക്കും. പഴുത്ത് കഴിഞ്ഞാൽ ഞെട്ടറ്റ് വീഴും. വവ്വാലൊക്കെ കടിക്കുന്ന കുറവായിരിക്കും. എന്ന് വെച്ചാൽ വവ്വാൽ വന്ന് മരത്തിലിരിക്കുമ്പോൾ തന്നെ ഇത് പഴുത്തത് ഞെട്ടറ്റ് നിലത്ത് വീഴും. അപ്പോൾ നമുക്ക് നല്ല മാങ്ങ കഴിക്കാൻ പറ്റും. പുഴുക്കേടും ഇല്ല. നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യുന്നൊരു ഇനം. ഇത് നീലൻ മാവാണ് കേട്ടോ. മാവ് കളക്ഷൻ തുടങ്ങിയ ആദ്യ കാലത്തുള്ള മാങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 12 വർഷത്തോളമായി ഇങ്ങനെ മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഡ്രമ്മിലൊക്കെ നടുന്നു. അങ്ങനെ ആദ്യ കാലത്തുള്ള മാവുകളിൽ പെട്ട ഒന്നാണ് നീലൻ. നന്നായിട്ട് കായ്ക്കും. അത്യാവശ്യം നല്ല ഒരു സൈസൊക്കെ വരും. ഇതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ മഴ തുടങ്ങുമ്പോഴൊക്കെ ആയിരിക്കും നമുക്കത് പഴുത്ത് കിട്ടുക. നമുക്ക് ധൈര്യമായിട്ട് നടാൻ പറ്റിയ രീതിയാണ്. ഡ്രമ്മിൽ നട്ടാൽ നമ്മൾ നിരാശപ്പെടുത്താത്തൊരു മാങ്ങയാണ്. നല്ല രുചിയാണ്, പുഴുക്കേടുമില്ല, നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇത് കോശേരി മാങ്ങയാണ് കേട്ടോ. കോശേരി കായ്ച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 1 കിലോ എങ്ങനെയായാലും ഡ്രമ്മിൽ 1 കിലോ വരെ വരും. നിലത്ത് നട്ടാൽ 2 കിലോ വരെയൊക്കെ തൂക്കം വരും. പക്ഷേ ഇത് പഴുക്കാൻ ഒരുപാട് കാലതാമസമാണ്. പഴുത്ത് പുഴുവില്ലാതെ കിട്ടിയാൽ നല്ല രുചിയാണ്. പുഴുക്കേടിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ മാങ്ങ. അതുകൊണ്ട് ആളുകൾ അതിനെ അധികം നടാൻ ഇഷ്ടപ്പെടുന്നില്ല. പുഴുക്കേടുണ്ടാവും. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കായ്ച്ച് നിൽക്കുന്നത് കാണാൻ എത്ര അനവധിയാണെന്നറിയാം ഒരു ഡ്രമ്മിൽ കായ്ച്ചിട്ടുള്ളത്. നല്ല സൈസും വരും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പുഴുക്കേടില്ലാതെ കിട്ടണം. നല്ല കവറൊക്കെ ഇട്ട് സംരക്ഷിച്ച് പുഴുക്കേടില്ലാതെ. പിന്നെ മരത്തിൽ നിന്ന് മൂത്ത് പഴുത്ത് കിട്ടിയാൽ മാത്രമാണ് ഇതിന് രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ മൂത്ത് വെച്ചിട്ട് ഒരു 4 മാസം കഴിഞ്ഞാൽ ഇത് മൂത്ത പോലെ ഇരിക്കും മാങ്ങ. പക്ഷേ 6 മാസം 6.5 മാസം മൂപ്പാണ്. നല്ല മൂത്ത് അടിയിൽ നിന്ന് പഴുത്ത് തുടങ്ങിയതിന് ശേഷം പൊട്ടിച്ചാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മാവ് നട്ടിട്ട് കായ്ക്കുന്നില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു വലിയ പരാതി. കായ്ക്കാത്തതിന് 2 കാരണങ്ങളാണ്. ഒന്ന് വളത്തിൻ്റെ കുറവ്, ഒന്ന് കായ്ക്കാത്ത മാവിൻ്റെ ഏതെങ്കിലും കൊമ്പുകൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കായ്ച്ചു വലഞ്ഞ മാവിൻ്റെ കമ്പുകൾ നമ്മൾ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താൽ എന്തായാലും ആ മാവ് കായ്ക്കും. പിന്നെ അതിന് വേണ്ടത് വളങ്ങളാണ്. ഇപ്പോൾ ചെറിയൊരു കവറിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര് താഴെയൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ആവശ്യത്തിന് ഈ 15 മാങ്ങ ഇതിലുണ്ട്. ഈ 15 മാങ്ങയെ സംരക്ഷിക്കാൻ വേണ്ട പൊട്ടാഷ്യം, നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഇതിന് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ചാണക സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ സൂപ്പർ മീൽ എന്ന് പറഞ്ഞൊരു ജൈവവളമുണ്ട്. വർഷത്തിലൊരിക്കൽ വേണമെങ്കിൽ അത് കൊടുക്കാം. ഞാനത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. സൂപ്പർ മീലും കൊടുക്കുക, ചാണക സ്ലറിയും കൊടുക്കുക. മറ്റ് യാതൊരു വളവും ആവശ്യമില്ല. ഇതും കൊണ്ട് മാവിന് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ നിന്ന് കിട്ടും. സമൃദ്ധമായിട്ട് കായ്ക്കുകയും ചെയ്യും. പിന്നെ കായ്ച്ചയുടെ ഒരു പുഴുശല്യമാണ് അടുത്ത ഒരു പ്രശ്നം. ചില മാവുകൾക്ക് പുഴുശല്യം കൂടുതലാണ്. അപ്പോൾ അതിന് മാംഗോ പ്രൊട്ടക്ഷൻ ബാഗ് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് അതിനെ പേടിക്കാനില്ല. ഇത് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു തൈയാണ്. ഏകദേശം 1.5 വർഷം പ്രായം. ഇതല്ലേ മാങ്ങയുണ്ടായിട്ട്. ഇത് H151 എന്ന് പറഞ്ഞിട്ട് മാവാണ്. കായ്ക്കുന്ന മാവുകളുടെ കമ്പുകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. ഇത്ര ചെറുപ്പത്തിൽ മാങ്ങ നിർത്താൻ പാടില്ല ശരിക്കും. ഒന്നും കൂടി ശിഖരങ്ങൾ വന്ന് ബുഷായതിനു ശേഷം ഇതാ ഈ മാവ് നമുക്കിനി മാങ്ങ നിർത്താം. ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 2.5 വർഷം പ്രായമായിട്ടുള്ള അൽഫോൺസോ മാങ്ങയാണ് കേട്ടോ. അൽഫോൺസോ ഇതിലൊക്കെ ഇനി മാങ്ങ നിർത്താം. 2.5 വർഷമൊക്കെ പ്രായമായ പിന്നെ മാങ്ങ നിർത്താം. ഇതിലിപ്പോൾ 4 മാങ്ങ ഉണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്ര പ്രായമായിട്ടുള്ളൂ. അൽഫോൺസോ കേരളത്തിൽ കായ്ക്കാൻ തന്നെ പ്രയാസമാണെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ നമുക്ക് അതാണ് കായ്ക്കുന്ന മാവുകളുടെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതാണ് ഗുണം. ഇത് നമ്മൾ കണ്ടെത്തിയൊരു മാങ്ങയാണ്. അനാമിക എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്.
ഇത് ഒരുപാട് വർഷങ്ങൾ, ഒരു 12 വർഷം പ്രായമായി. ഈ മാവിൽ മാങ്ങയുണ്ടായി നല്ല രുചിയാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് രുചിയുള്ള മാങ്ങേൻ്റെ കമ്പ് കിട്ടുമ്പോൾ അങ്ങനെ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ മാങ്ങയുണ്ടായി കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ പേരറിയാത്ത മാങ്ങ ആയതുകൊണ്ട് അനാമിക എന്ന് പേര് കൊടുത്തു. അടിപൊളി മാങ്ങയാണ് കേട്ടോ. തേൻ മധുരം എന്നൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റിയുള്ള ഒരു മാങ്ങയാണ്. പുഴുക്കേട് വളരെ കുറവാണ്, കാണാനേ ഇല്ല പുഴുക്കേട്. നല്ല സൈസ് വരും, ഏകദേശം ഒരു 3/4 കിലോ ഒക്കെ തൂക്കം വരും. ഇപ്പോൾ മാങ്ങ വളരെ ചെറുതാണ്, ഇനി വളർന്ന് വരുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇത് നമ്മളെ ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ്രൂസ് ഇതെന്താ വെച്ചാൽ നല്ല സൈസ് വരുന്ന മാങ്ങയാണ്. 3/4 കിലോ വരെയൊക്കെ സൈസ് വരും. അത്യാവശ്യം നല്ല രുചിയുണ്ട്. കായ്ക്കുന്നത് തന്നെയല്ലേ, ഇതാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ കൊലകൊലയായിട്ട് കായ്ക്കും. നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ടാലും നഷ്ടം വരില്ലാത്തൊരു മാങ്ങയാണ്. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും, നല്ല സൈസും വരും, നല്ല അത്യാവശ്യം നല്ല രുചിയാണ്. ഇത് കാലാപ്പാടി മാങ്ങയാണ് കേട്ടോ. കാലാപ്പാടി ഇത്ര സമൃദ്ധമായിട്ട് അങ്ങനെ കായ്ച്ച് കാണില്ല. സ്വതവേ നല്ല നല്ല ഇനങ്ങൾ നമ്മൾ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യും, നല്ല നല്ല ഇനങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ നിന്ന് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. സ്വതവേ കാലാപ്പാടിനെ പൂമരം എന്നാണ് വിളിക്കുക. പൂത്തിങ്ങനെ കൊഴിഞ്ഞു പോകും, കായ് പിടിക്കില്ല എന്നുണ്ടേ. ഇതൊക്കെ ഉണ്ടല്ലേ, എത്ര അനവധിയാണ് കായ്ച്ചിരിക്കുന്നത് കണ്ടല്ലേ. നല്ല മദർ പ്ലാന്റ് നമ്മൾ കമ്പുകളെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാവും. നല്ല രുചിയുള്ള മാങ്ങയാണ്, പുഴുക്കേടില്ലാത്ത മാങ്ങയാണ് കാലാപ്പാടി. ഇത് സിന്ദൂര മാങ്ങയാണ് കേട്ടോ. ബെന്നറ്റ് അൽഫോൺസോ എന്നും പേരുണ്ട്. സിന്ദൂര മാങ്ങ എന്ന് നമ്മളെ പാലക്കാട് ജില്ലയിലൊക്കെ പറയും. മൂത്തു കൊലകൊലയായിട്ട് കായ്ക്കും, നല്ല രീതിയിൽ കായ്ക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാങ്ങകളിലൊന്നാണ്. നല്ല രുചിയാണ്, നന്നായി മൂത്ത് പഴുത്ത് നന്നായി പഴുത്തിട്ട് കഴിക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, ഏകദേശം നല്ല മൂപ്പെത്തിയിരിക്കുന്നു. കളറൊക്കെ ഉണ്ടല്ലേ, നല്ല മൂപ്പെത്തി. ഞാൻ പരമാവധി മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടാനാണ് കാത്തിരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ പഴുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഒരു 3/4 മൂപ്പ് എത്തുമ്പോഴാണ് കിട്ടുക മാങ്ങ. അതുകൊണ്ട് പലരും പുളിയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ അടുത്ത് കായ്ച്ച് അങ്ങനെ മൂത്ത് കിട്ടണം. ഇതൊക്കെ ഈ വീഴുന്നത് മൂത്ത മാങ്ങകളാണ്, അതാണ് ഞെട്ടേറ്റത് വീഴുന്നത്. ഇനി ഇതൊക്കെ പഴുപ്പിച്ച് കഴിഞ്ഞാൽ വൈക്കോലൊക്കെ വെച്ച് പഴുപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കോട്ടപ്പറമ്പൻ, കേരളത്തിൻ്റെ ഓൾ സീസൺ എന്നറിയപ്പെടുന്നൊരു മാങ്ങയാണ് കോട്ടപ്പറമ്പൻ. ഇത് നമുക്ക് കടുമായ്ക്കോ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെയാണ് ബെസ്റ്റ്. പഴുത്ത് കഴിക്കാൻ അത്ര രുചി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള തോലും നല്ല നാരുമാണ്. മധുരമുണ്ട്, എന്നാലും ഈ നമുക്ക് കഴിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കൂടുതലും കടുമായ്ക്കൊക്കെയാണ് നല്ലത്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു മാങ്ങയാണ് SKP കുഞ്ഞൂസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫാമിൻ്റെ പേരാണ് SKP എന്നുള്ളത്, SKP അഗ്രോ ഫാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു കുഞ്ഞൻ മാങ്ങകളാണ്. ഈ ഒരു സൈസ് തന്നെ വരുള്ളൂ, ഒരു 150 ഗ്രാമൊക്കെയാണ് തൂക്കം വരിക. പക്ഷേ തോല് ചെത്തി നമുക്ക് കഴിക്കാം. ഉടയാത്ത കാമ്പുകളാണ്, നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്, അടിപൊളി മാങ്ങയാണ്. കൊലകൊലയായിട്ട് കായ്ക്കും, സമൃദ്ധമായിട്ട് കായ്ക്കും. ഈ കുഞ്ഞു മാവിൽ തന്നെ എത്ര മാങ്ങകളാണ് കായ്ച്ചെന്നറിയോ? ഒരു 50 മേലെ മാങ്ങകൾ എങ്ങനെയും ഉണ്ടാവും. നല്ല രീതിയിൽ കഴിയും, ഒരു പുഴുക്കേടും ഇല്ല. നമ്മുടെ സിന്ദൂരവും കാലാപ്പാടിയൊക്കെ മിക്സ് ആയതുപോലത്തെ നല്ലൊരു രുചിയാണ്, ആർക്കും മടുക്കാത്ത രുചിയാണ്. വളരെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക, ഉടയില്ല, നല്ല കട്ടിയുള്ള കാമ്പുകളാണ്. ചെറിയ മാങ്ങയാണെന്നുള്ള ഒറ്റ പോരായ്മ മാത്രമേ ഉള്ളൂ ഇതിന്. ഇത് തോത്താപ്പുരി, ബംഗളോറ, കളക്ടർ, കിളിമൂക്ക്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പച്ചയിൽ നമുക്ക് ഉപ്പിട്ട് കഴിക്കാനൊക്കെ ഈ റോഡ് സൈഡിൽ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന കടകളിലൊക്കെ കാണാം. അതിന് ഉപയോഗിക്കുന്ന മാങ്ങയാണ്. പഴുത്താലും രുചിയാണ്, നന്നായി പഴുത്തിട്ട് പൊട്ടിക്കണം, എന്നാലാണ് നമുക്ക് കിട്ടുക. സമൃദ്ധമായിട്ട് കായ്ക്കും, ഇഷ്ടം പോലെ മാങ്ങ നമുക്ക് ചെറിയ ഡ്രമ്മിൽ നിന്ന് പോലും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പ്രിയൂരാണ് കേട്ടോ. തൃശ്ശൂർക്കാരുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു മാങ്ങയാണ്. പ്രിയൂരച്ഛൻ കൊണ്ട് സംരക്ഷിച്ച മാങ്ങയാണെന്നാണ് അറിയപ്പെടുന്നത്. വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ്. പുഴുക്കേടിനെ മാത്രമാണ് നമുക്ക് പേടിക്കാനുള്ളത്. മഴ തുടങ്ങുന്നതിന് മുമ്പാണെന്ന് അത്ര നമുക്ക് ടെൻഷനില്ല. എങ്കിലും കവറിട്ട് സംരക്ഷിച്ച് നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു മാങ്ങയാണ്. നല്ല രുചിയുള്ളൊരു നാട്ടുമാങ്ങയാണ്. ഇതിനെ എല്ലാവരും സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മുണ്ടപ്പ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ് കേട്ടോ. നല്ല ഉരുണ്ട ഷേപ്പായി വരും, മൂത്ത് വരുന്നതേ ഉള്ളൂ. നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇതൊക്കെ നമുക്ക് മരത്തുനിന്ന് മൂത്ത് പഴുത്ത് കിട്ടുമ്പോഴാണ് ഈ എല്ലാ മാങ്ങയ്ക്കും യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. നല്ല രുചിയുള്ള ഒരു മാങ്ങയാണ്. പുഴുക്കേട് ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതിന് കവറിട്ട് സംരക്ഷിക്കണം. ഇത് നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. കടുമായ്ക്കും മാമ്പഴപ്പുളിശ്ശേരിക്കും പഴുത്ത് കഴിക്കാനും എല്ലാറ്റിനും പറ്റിയ മാങ്ങയാണ്. ചെറിയ മാങ്ങയാണെന്നുള്ള മാത്രമൊരു ദോഷം. കടുമായ്ക്കൊക്കെ ബെസ്റ്റാണ്. പഴുത്ത് കഴിക്കാൻ തേൻ മധുരം, ഏറ്റവും മധുരമുള്ള മാങ്ങയാണ്. ഇതിനെ വെല്ലാനൊരു മാങ്ങകളുമില്ല മധുരത്തിലേ. അത്ര രുചിയുള്ള മാങ്ങയാണ്. ഇഷ്ടം പോലെ കായ്ക്കും. ഡ്രമ്മിലൊക്കെ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന മാങ്ങയാണ്. നിലത്ത് നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന നല്ലൊരു മാങ്ങയാണ്. നാംടോക്ക് മൈ ഗ്രീൻ ആണ് കേട്ടോ. നാംടോക്ക് മൈ ഗ്രീൻ, നമ്മൾ യെല്ലോ ആദ്യം കാണിച്ചു. ഇത് ഗ്രീനാണ്. ഇതുണ്ടാകുമ്പോൾ തന്നെ ഗ്രീൻ കളറായിരിക്കും, പഴുക്ക് മാത്രമേ യെല്ലോ കളറാവും. രണ്ടും ടേസ്റ്റൊക്കെ സെയിം ആണ്. പക്ഷേ ഗോൾഡ്, നാംടോക്ക് മൈ ഗോൾഡ് അല്ലെങ്കിൽ യെല്ലോ എന്നൊക്കെ പറയുന്നത് ആണ് ആദ്യം നമ്മൾ കണ്ടത്. ഇത് ഗ്രീൻ കളറാണ്. മാങ്ങകളെ വേണമെങ്കിലൊന്ന് ഇങ്ങനെ ഈ കവർ ചെയ്ത് സംരക്ഷിക്കാം. എന്നാൽ പുഴുക്കടൊന്നും വരാതെ തുണിയിൽ തയ്ക്കുന്നൊരു കവറാണ്. പിന്നെ ഓൺലൈനിലൊക്കെ കിട്ടും, ഫ്രൂട്ട്സ് പ്രൊട്ടക്ഷൻ ബാഗ് കിട്ടും. കവർ ചെയ്ത് വെച്ചാൽ പിന്നെ കായ്ച്ച കുത്തില്ല. പിന്നെ ഈ കവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വവ്വാലൊന്നും പഴുത്താലും വന്ന് കടിക്കില്ല. ചില കടലാസിൻ്റെ ബാഗാണെങ്കിൽ വവ്വാൽ വന്ന് കടിച്ചോളയും. ഇത് രത്ന മാങ്ങയാണ്.
നമ്മളിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ പഴുത്ത് ഈ ബാഗിലേക്ക് പഴുത്ത് വീഴാനാണ് പ്രധാനമായിട്ട്. രത്നയ്ക്കൊന്നും അങ്ങനെ പുഴുക്കേടില്ലാത്ത മാങ്ങയാണ്, എന്നാലും പഴുത്ത് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കവറിട്ട് വയ്ക്കുന്നത്. ഇതൊരു ചെറിയ ബക്കറ്റിലാണ് കാശില്ലാണ്ടല്ലേ, നമുക്കിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു ബക്കറ്റിലാണ്. ഇതിനെ അധികം വില പിടിച്ച് മാങ്ങ ഒഴിഞ്ഞു വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ്. ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ. ഇതെന്ന് വെച്ചാൽ നല്ല സൈസ് വരുന്ന മാങ്ങയാണ്, വിദേശ മാവാണ് കേട്ടോ. ഇത് നന്നായിട്ട് കാശുണ്ട്. ഈ ചെറിയ ഒരു ബക്കറ്റിൽ പോയി നന്നായിട്ട് കാശുണ്ട്. ചെറിയ 50 ലിറ്ററിൻ്റെ ബക്കറ്റിലായിരിക്കുന്നത്. ഇഷ്ടംപോലെ മാങ്ങകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ബാഗിട്ട് സംരക്ഷിക്കണം. ഈ ഒരു മൂപ്പെത്തുന്ന സമയത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കായ്ച്ചയുടെ പ്രശ്നങ്ങളില്ല. അതുപോലെ വണ്ണാനോ വവ്വാലൊക്കെ വന്ന് കടിക്കില്ല. നമുക്ക് പഴുത്ത് ഞെട്ടറ്റ് ഈ കവറിലേക്ക് വീഴും. ആ സമയത്ത് നമുക്ക് എടുത്താൽ മതി. എന്നും നമ്മളൊന്ന് നോക്കണം ഇതിൻ്റെ വളർച്ചയും പഴുത്തും എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക്. നമ്മളിപ്പോൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കെട്ടഴിച്ചിട്ട് നോക്കുക. ഈ തുണിയുടെ സഞ്ചി ആയതുകൊണ്ട് എത്ര കെട്ടഴിച്ചാലും കെട്ടിയാലും ഇതൊന്നും ഇത് കീറിപ്പോവില്ല. ഒരു കടലാസിൻ്റെ ഒന്നുണ്ട്, അതാണ് വെച്ചാൽ നമ്മൾ 4-5 പ്രാവശ്യം ഇത് അഴിച്ച് തുറക്കുമ്പോഴേക്കും അത് കീറിപ്പോവും. പിന്നെ മഴ നനഞ്ഞാലും അത് ഡാമേജ് ആവും. 1 വർഷം ഉപയോഗിക്കാൻ പറ്റില്ല. തുണിസഞ്ചിയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. തുണിസഞ്ചികൾ ഞാൻ തയ്ച്ചുണ്ടാക്കുന്നതാണ്. ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ട് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ തയ്ച്ചും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരവർക്ക് തയ്ക്കാൻ സാധിക്കാത്തവർ, നമുക്ക് അവിടുത്തെ തയ്യക്കാരുടെ നിന്നൊക്കെ തയ്ച്ചുണ്ടാക്കാം. സാധിക്കാത്തവരുണ്ട് വെച്ചാൽ അറിയിച്ചാൽ നമ്മളിത് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഹിമാപസന്ത് മാങ്ങയാണ് കേട്ടോ. ഹിമാപസന്ത് നമുക്ക് കേരളത്തിൽ കായ്ഫലം കുറവാണെന്നൊക്കെ ഒരു ധാരണയുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് കായ്ച്ചിട്ടുണ്ട്, എന്നാലും എണ്ണത്തിൽ കുറവാണ്. പൂക്കുന്ന അത്രയും നമുക്ക് കായ്ച്ച് കിട്ടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് മാങ്ങ. ഇതിൽ ഫിറങ്കിലിടുവാനൊരു ഇനമുണ്ട്. ഹിമാപസന്തിൻ്റെ ഏകദേശം സെയിം ടേസ്റ്റാണ്, സമൃദ്ധമായിട്ട് കായ്ക്കും. അങ്ങനെ ഒരു ഇനമുണ്ട്. അപ്പോൾ ഹിമാപസന്ത് നടുന്നതിനേക്കാളും നമുക്ക് ഫിറങ്കിലിടുക നടുവായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എണ്ണത്തിൽ കൂടുതൽ കിട്ടും. ഇത് നമ്മുടെ കാറ്റിമോൻ മാങ്ങയാണ് കേട്ടോ. കാറ്റിമോൻ, ചൊക്കനാൻ എന്നൊരു പേരുണ്ട്. ഒറിജിനൽ പേര് ചൊക്കനാൻ എന്നാണ്. പിന്നെ കാറ്റിമോൻ എന്ന് അതിനൊരു പേരുണ്ട്. ഇത് നമുക്ക് വീടുകളിൽ എല്ലാവരും നടേണ്ട ഒരു മാങ്ങയാണ് കേട്ടോ. ഇഷ്ടം പോലെ കായ്ക്കും. അല്ലേ, ഒരു കൊലകൊലയായിട്ട് കായ്ക്കും, നല്ല രീതിയിൽ കായ്ക്കും. പിന്നെ ഒരു വർഷത്തിൽ ചിലപ്പോൾ 2-3 തവണയൊക്കെ മാങ്ങ ഉണ്ടായി വരും. അങ്ങനെ നല്ല രുചിയാണ്. പുഴുക്കേട് വളരെ കുറവാണ്. ഈ മഴക്കാലത്ത് ഉണ്ടായാൽ നമുക്കൊന്ന് കവറിട്ട് സംരക്ഷിക്കണം, അല്ലെങ്കിൽ പുഴുക്കേടില്ല. വേനൽക്കാലത്തൊന്നും പഴുത്ത് കിട്ടുന്ന പുഴുക്കേടില്ല. ഇതുണ്ട്, ഇത് ചെറിയ മാങ്ങയാണ്. ഇതിപ്പോൾ ഏകദേശം അത്യാവശ്യം വലുപ്പമായി, 1 മാസത്തിനുള്ളിൽ പഴുത്ത് കിട്ടും. അങ്ങനെ പല സൈസിൽ മാങ്ങകൾ നമുക്ക് കിട്ടും. ഇനി ഇതിൽ പൂക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു പൂക്കളും കൂടി പൂത്തിട്ട് ഇനി മാങ്ങ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മഴ സമയത്തും നമുക്കൊരു മാങ്ങ പഴുത്ത് കിട്ടും. പക്ഷെ അതിനൊന്ന് കവറിട്ട് സംരക്ഷിച്ചില്ല മഴക്കാലത്ത് ചിലപ്പോൾ പുഴുക്കേട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല രുചിയുള്ള ഒരു മാങ്ങയാണ്. ബക്കറ്റിലാണ് നട്ടുള്ളത് കേട്ടോ. 30 ഇഞ്ച് ചട്ടിയിലാണ്, അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയാണ്. നിലത്തൊക്കെ നടുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. നല്ല ഭംഗിയായി കൊട രൂപത്തിൽ പെട്ടെന്ന് വളർന്നു വരുന്നൊരു മാവാണ്. നിലത്ത് നട്ട് കഴിഞ്ഞാൽ സമൃദ്ധമായിട്ടാണ് മാങ്ങ കായ്ക്കുക. നമുക്ക് ചട്ടിയിൽ നടാം. സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ നടാം. സ്ഥലമുള്ളവരെല്ലാ മാവുകളും നിലത്ത് നടുവാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് പല ഇനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ നടുന്നത്. ഡ്രമ്മിലാകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ദിവസം നന വിട്ട് പോയി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. മാവ് പൂത്തും കായ്ച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നന വിട്ടുപോയാൽ മാങ്ങ കൊഴിഞ്ഞു പോകും. 2-3 ദിവസമൊക്കെ നനച്ചില്ലെങ്കിൽ മാവ് ഉണങ്ങിപ്പോവും. നിലത്ത് നട്ടാൽ പിന്നെ ആദ്യത്തെ ഒരു 2 വർഷമാണ് പരിചരണം വേണ്ടു, പിന്നെ ഒരു പരിചരണം ആവശ്യമില്ല. സ്ഥലമുള്ളവർക്ക് നിലത്ത് നടാം. സ്ഥലമില്ലാത്തവർക്കും ഇതിനോട് വലിയ ഇഷ്ടമുള്ളവരും ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ദിവസം നനയ്ക്കാനൊക്കെ സാഹചര്യമുള്ളവർ ഇങ്ങനെ ഡ്രമ്മിലും നട്ട് കായ്പ്പിക്കാം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ചാനലുണ്ട്, കൃഷിക്കാഴ്ച എന്നാണ് പേര് കേട്ടോ. വൈവിധ്യമാർന്ന മാവുകളുടെ വിവരണങ്ങളാണ്. അപ്പോൾ മാവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ കാണാവുന്നതാണ്. 2 തരം മാങ്ങകളാണ് കേട്ടോ. ഇത് 3 പ്രിയൂര് മാങ്ങയാണ്. നമുക്കിതിൻ്റെ TSS എന്ന് നോക്കാം. മധുരം. ഇത് അമൃത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ്. നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. അതുപോലെ അമൃതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല കേരള മിയാസാക്കി എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റിയ മാങ്ങയാണ്. നല്ല റെഡ് കളറ്. ഇത് കൊലയിൽ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ സൈസ് കുറയും. 100-110 ഗ്രാമൊക്കെയാണ് എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ. പിന്നെ ഒരു കൊലയിൽ ഒരു 2-3 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 200 ഗ്രാം ഒക്കെ തൂക്കം വരും. പിന്നെ ഒരു കൊലയിൽ 1-2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ 300-350 ഗ്രാം വരെയൊക്കെ തൂക്കം വരും. ഇതിപ്പോൾ പഴുത്ത് ഓവറായതാണ്. ഇതൊക്കെ ഉണ്ടല്ലേ, നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് റെഡ് കളർ ഉണ്ടാവുക, അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. കേസറിൻ്റെ പോലെ അടിയിലൊരു വെട്ടൊക്കെ ഉണ്ട്. കാണുമ്പോൾ സിന്ദൂര മാങ്ങയാണെന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. സിന്ദൂരല്ല, ഇതൊരു നീളത്തിലുള്ള മാങ്ങയാണ്. ഇലയൊക്കെ കുളമ്പ് മാവിൻ്റെ ഇലയോട് സാദൃശ്യമുള്ളൊരു മാങ്ങയാണ്. നല്ല രുചിയാണ് കേട്ടോ. അധികം അങ്ങനെ പ്രചരിച്ചിട്ടില്ല ഈ മാങ്ങ. നടുക്ക് കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പുഴുക്കേട് തീരെയില്ല. ഈ മാങ്ങയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മുറിക്കാൻ ഒരു പുഴുക്കേടും ഇല്ലാത്തൊരു മാങ്ങയാണ്. എൻ്റെ TSS ഒന്ന് നോക്കാം. 25.5 ബ്രിക്സ് വരെയൊക്കെ നമുക്ക് മധുരം കാണിച്ചിരുന്നു. 23.5 കാണിക്കുന്നത് കേട്ടോ. 23.5 നല്ല മധുരമാണ്. ഒരു 18 മുകളിൽ TSS ഉള്ള മാങ്ങകളൊക്കെ നല്ല
രുചിയുള്ള മാങ്ങകളായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കിനി പ്രിയൂർ മാങ്ങയുടെ TSS എന്ന് നോക്കാം. പ്രിയൂർ നല്ല രുചിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇതും കവറിട്ട് സംരക്ഷിച്ച് കഴിഞ്ഞാൽ പുഴുക്കേട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുഴുവായിരിക്കും. ഇത് ഒക്കെ ധൈര്യമായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്നതാണ്, പുഴുക്കേടില്ല. നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇതൊക്കെ ആളുകൾ പുഴുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് നടാതെ വിടുന്നുണ്ട്. പക്ഷേ ഇതിനെ നട്ട് സംരക്ഷിക്കണം. ചെറിയ ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അധികം ഹൈറ്റ് വരില്ലല്ലോ, അപ്പോൾ കവറിട്ട് സംരക്ഷിക്കാം. അപ്പോൾ പുഴുവില്ലാത്ത നല്ലൊരു മാങ്ങ കിട്ടും. ഇത് ബ്രിക്സ് മീറ്ററാണ്. നമ്മളെ മാങ്ങയുടെയൊക്കെ മധുരം അളക്കുന്ന മീറ്ററാണ്. 19.5 ബ്രിക്സാണ് ഇപ്പോൾ പ്രിയൂരിന് കാണുന്നത്. നല്ല മധുരമാണത്. 18 മുകളിലുള്ള മാങ്ങകളൊക്കെ നല്ല മാങ്ങകളാണ്. 18 തൊട്ട് അതിന് മുകളിലേക്കുള്ളതൊക്കെ, ചിലത് ചന്ദ്രക്കാരനൊക്കെ 25 ബ്രിക്സൊക്കെ മധുരം കിട്ടാറുണ്ട്. മല്ലിക 26 ഒക്കെ കാണിക്കാറുണ്ട്. വെറൈറ്റി മാവുകൾ, നമ്മൾ കണ്ടെത്തിയ മാവുകൾ ഒക്കെ കുറേശ്ശെ ഞാൻ തൈ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊറിയറിലൊക്കെ അയച്ചും കൊടുക്കും. അത്യാവശ്യം അങ്ങനെ മാവ് പ്രേമികൾ അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മളിത് കൊറിയറിൽ അയച്ചു കൊടുക്കും. ചെറിയ തോതിലാണ്, ഞാൻ തന്നെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. വളരെ ചെറിയ തോതിലാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാലും ആവശ്യക്കാരെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഇനങ്ങളൊക്കെ ഉണ്ട്. പലതും തൈ ആയി വരുന്നതേ ഉള്ളൂ. ചിലതൊക്കെ നമുക്ക് തൈ ഉണ്ട്. ചെമ്പകക്കുളമ്പ്, പെരിങ്ങാട്ട് പറമ്പൻ, സീതാ ഗോൾഡ്, SKP കുഞ്ഞൂസ്, SKP കിങ്, സൗപർണിക, അനാമിക, SKP മോഹിനി, ഇങ്ങനെയൊക്കെ കുറച്ച് മാവുകളുണ്ട്. ഇതൊക്കെ ഒരു 10ഓളം ഇനങ്ങളുണ്ട്. കാർത്തിക, മങ്ങാടൻ, ഇതൊക്കെ ഗംഭീര മാങ്ങകളാണ്. അതിഗംഭീര നല്ല രുചിയുള്ള നാട്ടുമാവുകളാണ്. നാട്ടിൽ ഓരോ ഈ നാട്ടുമാവുകളിൽ നല്ല ഇനങ്ങൾ വന്നുപെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോസ് പോളിനേഷൻ നടന്നിട്ടേ പല ഇനങ്ങളും ഇങ്ങനെ ക്രോസായി വന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രകൃതിയാ നല്ല ഇനങ്ങൾ വന്നുപെടും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഇനങ്ങൾ ഒരുപാട് മാവുകൾ കണ്ടെത്തും. അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു 20 എബോവ് ബ്രിക്സ് ഉള്ള 20 മുകളിൽ TSS ഉള്ള ഇനങ്ങളെയാണ് നമ്മൾ കൂടുതൽ സംരക്ഷിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നാട്ടുമാവുകളൊക്കെ ഉണ്ട്. തൈകൾ പലതും ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവുന്നതിനനുസരിച്ച് ആളുകൾക്ക് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. കൊറിയർ സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ വന്നും എടുക്കാം. ഇവിടെ വന്ന് ഫാം വേണമെങ്കിൽ കാണാം.